ഹേ ഗൈസ്, ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. അപ്പം നിങ്ങൾ വിചാരിക്കും ദോശയിലും ചമ്മന്തിയിലും എന്ത് വെറൈറ്റി എന്ന്. ദോശയും ചമ്മന്തി അല്ലേ ഗൈസ്, ദോശയും ചമ്മന്തിയാണ്. പക്ഷേ ദോശയും ചമ്മന്തി ആയതുകൊണ്ട് ഞാൻ ബ്രെഡും ഐസ്ക്രീമും കൂടെ കഴിക്കാമെന്ന് വെച്ചു. ജാമിന് പകരം ഐസ്ക്രീം തേച്ച് ബ്രെഡ് കഴിക്കാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ ഒരു വട്ടം അതിനെ ട്രൈ ചെയ്ത് നോക്കണം. അത് സ്ട്രോബെറി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയും കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വോട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോയിക്കൂടാന്ന് പറഞ്ഞത് കൊണ്ട്, ഫോണിൽ കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഫോണൊന്നും ആ ഭാഗത്തൊക്കെ അടുപ്പിച്ചില്ല, വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഏകദേശം എല്ലാം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാളത്തേക്കുള്ള മീൻ നുള്ളാനുണ്ടായിരുന്നു കേട്ടോ. നെത്തോലിയാണ്, നാളെ നെത്തോലിയാണ്. പിന്നെ നെത്തോലി നുള്ളൽ ദൗത്യവും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചെടുത്ത് നെത്തോലി തോരനും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നെത്തോലിയുടെ തല തിന്നാൻ മണിയും മണിയുടെ വൈഫും മണിയുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അച്ഛൻ വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇടിയപ്പവും ഗ്രീൻ പീസ് കറി, അവിടെ ഗ്രീൻ പീസ് കറിയല്ല ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പല സെറ്റായിട്ടാണ് പോയത്. ആദ്യം അമ്മ പോയി, അതിനുശേഷമാണ് ഞാൻ പോയത്. പിന്നെ അച്ഛൻ പോയി. പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പത്തിന്. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ക്ഷീണിച്ചു. ചൂടാണല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തണ്ണിമത്തൻ കഴിക്കാമെന്ന് വെച്ചു. ഇത് എനിക്ക് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകാനുള്ള പക്കത്ത് കൊണ്ടുവരാനുള്ള തണ്ണിമത്തനാണ് കേട്ടോ. ഈ തണ്ണിമത്തനില്ലേ ഗൈസ്, സവാളയുടെ ചെവയായിരുന്നു ഗൈസ്. കാര്യം എന്തെന്ന് വെച്ചാൽ അമ്മ ഉള്ളി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പിച്ചത്ത് വെച്ചിട്ടാണ് ഞാൻ തണ്ണിമത്തൻ കണ്ടിച്ചത്. അതിനുശേഷം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ചോറ് കഴിക്കാമെന്ന് വെച്ചു. അമ്മ ഇന്ന് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറിയും നെത്തോലി തോരനും ചക്ക അവിയലും എല്ലാം കൂടെയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. ഇത് ഇന്ന് വൈകുന്നേരം ഞാൻ വക്കത്ത് വരും ഗൈസ്. അതിൻ്റെ വിഷമാണ് അതോ മണിക്കുട്ടനെ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മൾ അണയും. പിന്നെ നമുക്ക് അയ്യോ വക്കത്ത് പോകണം എന്നുള്ള ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരു 20 മിനിറ്റ് പോലും തികച്ച് നടക്കണ്ട. എന്നാലും എനിക്ക് എൻ്റെ വീട്, അതിപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാണല്ലോ, സ്വന്തം വീടെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണല്ലോ. ഇനി അടുത്ത 2 ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള